ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എക്സ്പൾസ് 200ൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഒരു 6 മാസം ആവാറായി. നമ്മൾ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്ത്, അതായത് BS6 റിലീസായ ഫസ്റ്റ് ഡേ തന്നെ ഡെലിവറി എടുത്ത വണ്ടിയാണ്. അപ്പോൾ അതിപ്പോൾ എങ്ങനെയുണ്ട്, അതിപ്പോൾ 6 മാസം ആവാറായി. ജനുവരി ഫസ്റ്റ് ആകുമ്പോഴത്തേക്കും കറക്റ്റ് 6 മാസം ആവും. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ലുക്ക് വൈസ് പക്ക ഓഫ് റോഡർ വണ്ടിയാണ്. നമ്മുടെ സസ്പെൻഷൻസ് നോക്കുകയാണെങ്കിലും ടയറാണെങ്കിലും സൈലൻസറാണെങ്കിലും എല്ലാം പക്ക ഓഫ് റോഡറാണ്. ഫ്രണ്ടിൽ 90/90/21 ബാക്കിൽ 120 സെക്ഷനാണ്. 120/80/18 ബാക്കിൽ വന്നിരിക്കുന്നത് ടയേഴ്സ്. ഹിമാലയൻ്റെ സെയിം സൈസാണ് ടയേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. സൈലൻസർ ആണെങ്കിലും നല്ലോണം ഹൈറ്റിൽ സെറ്റ് ചെയ്തേക്കുന്ന സൈലൻസർ ആയത് കൊണ്ടിട്ട് അത്യാവശ്യം റിവർ ക്രോസും കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഒരു പക്ക ഓഫ് റോഡർ വണ്ടി. പിന്നെ എനിക്കിതിൽ ലുക്ക് വൈസ് ഇഷ്ടപ്പെടാത്തതെന്ന് പറയാനായിട്ട് ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ടെയിൽ സെക്ഷൻ. ഇതൊരു സാധാരണ കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആവാറുണ്ടെന്ന് തോന്നി, ഒരു ഓഫ് റോഡർ ടൈപ്പ് ആവാറുണ്ടെന്ന് തോന്നി. പിന്നെ വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു സൈസുള്ളൂ നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. തീരെ ചെറുതാണ്. അതുപോലെ തന്നെ നൈറ്റ് വിസിബിലിറ്റി എല്ലാം കുറവാണ്. ലുക്കും എനിക്കത്ര കാര്യമായിട്ടുള്ള ലുക്കൊന്നും തോന്നിയില്ല ഇതിന്. ഒരു ആവറേജ് ലുക്ക് എന്നൊക്കെ പറയാനുള്ളൂ. LED ആണ് ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും. LED ആണ്. ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ബൾബാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് മാറി നമ്മുടെ ടാങ്കിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലുപ്പമുള്ളൊരു 13 ലിറ്റർ പെട്രോൾ ടാങ്കാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ക ഓഫ് റോഡിന് പറ്റിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ. ഇത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മീറ്റർ ഗേജിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കിതിൽ കിട്ടിയിരിക്കുന്ന ഒരു മെഷ് ടൈപ്പ് സീറ്റാണ്. അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ടഫാണ്. നിങ്ങളിതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ചെറിയ വൈറ്റ് ഡോട്ട്സ് പോലെ കാണുന്നത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ അത്യാവശ്യം നല്ല ടഫാണ്. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൊണ്ട് എടുത്ത് കളയാൻ നോക്കിക്കഴിഞ്ഞാലും ആ മെഷ് ചിലപ്പോൾ പൊട്ടിപ്പോവും. പക്ഷേ നമുക്ക് ചൂടത്തൊക്കെ ഭയങ്കര ഒരു ഉപകാരമാണ് കേട്ടോ. പെട്ടെന്ന് അധികം ചൂടൊന്നും പിടിക്കില്ല. ടെമ്പറേച്ചർ തീരെ പിടിക്കില്ല എന്ന് തന്നെ പറയാം ഇതിൽ, മെഷ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ മഴയത്ത് അതുപോലെ തന്നെ പണിയുമാണ്. ഒരു തുള്ളി മഴവെള്ളം പോലും പുറത്ത് പോകില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാബ് റെയിൽ യൂണിറ്റിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഗ്രാബ് റെയിലായിട്ട് നല്ല ഇവിടേക്ക് ഇങ്ങനെ നല്ല പിടിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഗ്രാബ് റെയിലാണ് വരുന്നത്. പിന്നെ ഈ റബ്ബർ ബുഷ് പൊക്കി കഴിഞ്ഞാൽ ഇതിൽ താഴെ നമുക്ക് 4 ഹോൾസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ലഗേജ് ബോക്സോ അല്ലെങ്കിൽ കാരിയർ എന്തെങ്കിലുമൊക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ടൈപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി കയറി ഇരുന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ആദ്യമേ തന്നെ നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബോക്സാണ്. അതുപോലെ തന്നെ മിറേഴ്സ് ആണെങ്കിലും ചെറിയ മിറേഴ്സ് ആണെങ്കിലും നല്ല വൈഡായിട്ടുള്ള അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന മിറേഴ്സാണ്. മീറ്ററിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇതിപ്പോൾ കാണുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ്. ഹീറോൻ്റെ തന്നെ ഹീറോ കണക്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഓൺ ദ ഗോ ഡയറക്ഷൻസ് കിട്ടും. പക്ഷേ അതിൽ വലിയൊരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ 2-3 പ്രാവശ്യം അത് യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒന്നിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷൻസ് എനിക്ക് കിട്ടുന്നുണ്ടായില്ല. പിന്നെ നമ്മൾ കയറി ഇരുന്നിട്ട് ആദ്യമേ തന്നെ നോക്കുമ്പോഴത്തേക്കും ഹൈറ്റ് നോക്കുകയാണെന്നാണെങ്കിൽ ഇതുണ്ട്. എനിക്ക് 2 കാല് കുത്തി നിൽക്കുകയാണെന്നാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എത്തില്ല. എനിക്കൊരു 5.5 ഇഞ്ച് ഹൈറ്റാണ്. അതുപോലെ തന്നെ 75 kg വെയിറ്റുള്ള ഞാൻ കയറി ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്തും എന്ന് പറയാൻ പറ്റില്ല. എൻജിൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 18 bhp പവറും 17 Nm ടോർക്കും കിട്ടുന്ന 199 cc എഞ്ചിനാണ് നമ്മൾ എക്സ്ട്രീം 200 കണ്ടിരിക്കുന്ന സെയിം എഞ്ചിനാണ്. സെയിം എഞ്ചിനെടുത്ത് ഒരു ഓഫ് റോഡറിൻ്റെ ബോഡിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എക്സ്പൾസ് 200. അല്ലാതെ വേറെ വ്യത്യാസം ഒന്നും എഞ്ചിൻ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. സെയിം എഞ്ചിനാണ്. ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഓയിൽ കൂളറിൻ്റെ റേഡിയേറ്ററാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കാറ്റലിറ്റിക് കൺവേർട്ടർ കാണാം. ഡാഷ് പ്ലേറ്റ് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം കല്ലടിച്ച് കയറുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എഞ്ചിൻ വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഒരു സാധനം കൊണ്ടിട്ട്. പിന്നെ നമ്മൾ ഗിയർ ബോക്സ് പോയി കഴിഞ്ഞാൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഗിയർ ബോക്സാണ്. അത്യാവശ്യം ടൈറ്റും ആണ് കേട്ടോ. കാരണം പെട്ടെന്നൊന്നും അങ്ങനെ വീഴുന്നതായിട്ട് തോന്നിയില്ല. നല്ല ഹാർഡാണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഫോൾസ് ന്യൂട്രൽസ് ഒന്നും വീണിട്ടില്ല. അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇതിൽ ടോപ്പ് സ്പീഡ് പറയുകയാണെന്നാണെങ്കിൽ 124 കിലോമീറ്റർ വരെ ഞാൻ ടോപ്പ് സ്പീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈലേജ് എനിക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട്. 200 cc വണ്ടീനെ സംബന്ധിച്ച് നല്ലൊരു മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 38 മുകളിൽ ഒരു 45 താഴെയായിട്ട് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആവറേജ് അത്രയും ഒരു മൈലേജ് കിട്ടുന്നുണ്ട്.
അതൊരു 90-95 ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ആ ഒരു ലാഗ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് കാണാൻ പറ്റും സ്പീഡോമീറ്ററിൽ എല്ലാ നമ്പേഴ്സും ഇങ്ങനെ കാണാൻ പറ്റും ആ ഒരു 95 ഒക്കെ കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഹീറ്റിങ് ചോദിക്കുകയാണെന്നാണെങ്കിൽ തീരെ ഹീറ്റിംഗ് ഇല്ലാത്തൊരു എഞ്ചിനാണെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ റൈഡ് ചെയ്യാൻ നേരത്ത് അതറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സൈലൻസറിൻ്റെ ബെൻ പൈപ്പും കാര്യങ്ങളൊക്കെ ഈ താഴെ കൂടി വരുന്നത് കൊണ്ടിട്ട് ഇതിനിപ്പോൾ BS6 മോഡലിന് ബെൻ പൈപ്പ് ഇങ്ങനെ താഴേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സൈഡിൽ നിന്ന് ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പഴയ BS4 മോഡലിനാണെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു പോകുന്നത്. ഈ ഒരു പോർഷനിൽ നിന്ന് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ടായിരുന്നു സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇതിലിപ്പോൾ താഴെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈഡ് ചെയ്യാൻ നേരത്ത് ഹീറ്റിംഗ് എന്നുള്ളൊരു ഡിസ്കംഫർട്ടൊന്നുമില്ല. പില്ലിയൻ കംഫർട്ട് ആണെന്നാണെങ്കിൽ. പിന്നെ ഈ വണ്ടി എല്ലാവരും കമ്പയർ ചെയ്യുന്ന ഹിമാലയനായിട്ടാണ് നമ്മുടെ. പക്ഷേ ഹിമാലയനായിട്ട് യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു വണ്ടിയാണ്. ഹിമാലയൻ ഒരു പ്രോപ്പർ ADV ആണ്, ഒരു അഡ്വഞ്ചർ ബൈക്കാണ്. ഇതാണെങ്കിൽ ഒരു പക്ക ഓഫ് റോഡറുമാണ്. പിന്നെ ഹിമാലയനേക്കാളും ചെറിയ വണ്ടിയാണെന്ന് കണ്ടാൽ തോന്നുന്നതാണെങ്കിലും ഡയമെൻഷൻസ് എല്ലാം ഹിമാലയനേക്കാളും കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമാണ് സെയിം ആയിട്ടുള്ളത്. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ബാക്കിയല്ല ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിലും ലെങ്ത്ത് ആണെങ്കിലും വിഡ്ത്ത് ആണെങ്കിലും എല്ലാം ഹിമാലയനേക്കാളും 2-3 സെൻറ്റിമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ എല്ലാം ഇതിനാണ് കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് ഹൈറ്റ് എപ്പോഴും ഹിമാലയനാണ് ഇരിക്കുമ്പോഴും കൂടുതൽ തോന്നുള്ളൂ. അത് ഇതിൻ്റെ നാരോ ആയിട്ടുള്ളൊരു സീറ്റിൻ്റെ ഇത് കൊണ്ടിട്ടാണ്. ഞാൻ ഈ വണ്ടി ആർക്ക് സജസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല. എനിക്ക് ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് വന്ന എക്സ്പീരിയൻസുകൾ അത്രേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ 2-3 പ്രാവശ്യം സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ടുണ്ട്. ആകെ 2 സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 3-4 പ്രാവശ്യം നമ്മൾ സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ എനിക്കിതെടുത്ത് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എൻജിൻ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് വന്നായിരുന്നു. എൻജിൻ്റെ ഹെഡിൻ്റെ ഏരിയയിൽ നിന്ന് ഓയിൽ ലീക്ക് വന്നായിരുന്നു. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഒരു തവണ കയറ്റി. അത് പിന്നെ എൻജിൻ കാസ്കറ്റ് മാറി. അങ്ങനെ കാസ്കറ്റും കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ഫസ്റ്റ് സർവീസ് വരെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 1500 കിലോമീറ്റർ ആയപ്പോഴാണ് പിന്നെ എനിക്ക് രണ്ടാമത്തെ ഒരു പണി കിട്ടിയെന്ന് തോന്നിയത്. കാരണം ചെറുതായിട്ട് മിസ്സിങ് തുടങ്ങി. എൻജിൻ സൈഡിൽ നിന്ന് ചെറിയ മിസ്സിങ് തുടങ്ങി. എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ ലോ സ്പീഡിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് കട്ട് ഓഫ് ആയി പോകും. ഒരു സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ഇട്ട് അത്യാവശ്യം ഒരു 20-30 എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ട് ഓഫായി വണ്ടി നിന്നു. അപ്പോൾ അതെനിക്ക് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നി. ഞാനത് സെക്കൻഡ് സർവീസിൻ്റെ സമയത്ത് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സംഭവം ECU ഡാമേജ് ആയതാണ്. ECUൻ്റെ ഭാഗത്തുനിന്ന് എറർ വന്നതാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ അതുകൊണ്ട് ECUൻ്റെ കമാൻഡ് വെച്ചിട്ട് ഫ്യൂൽ ഇഞ്ചക്ടർ ഡാമേജ് ആയി. പക്ഷേ എനിക്ക് ആ മിസ്സിങ് ഇപ്പോഴും മാറിയിട്ടില്ല നല്ലോണം. ഇപ്പോഴും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ സൈഡ് പുള്ളിങ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് നല്ലൊരു പുള്ളിങ് ഉണ്ടായിരുന്നു. അത് വണ്ടി എടുത്ത ആ ഒരു ടൈമിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യം കോൺസെപ്റ്റ് ലൂസായി. അത് അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ രണ്ടാമത് സെക്കൻഡ് സർവീസിന് കൊടുത്തപ്പോഴത്തേക്കും കോൺസെപ്റ്റ് മാറി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ലോ സ്പീഡിൽ പോകുമ്പോഴത്തേക്ക് സൈഡ് പുള്ളിങ് ഉണ്ട്. നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും അങ്ങനെ അറിയില്ല. പക്ഷേ ഒന്ന് കൈവിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ലൊരു പുള്ളിങ് ഉണ്ട്. പിന്നെ ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഗിയർ ഇട്ടിട്ട് സെൽഫ് അടിക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നായിരുന്നു. അപ്പോൾ അതെന്താണ് ഇനി സൈഡ് സ്റ്റാൻഡ് സെൻസറിൻ്റെ ആണോ അതോ ക്ലച്ചിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ അതൊന്നും അറിയില്ല. ഞാനപ്പോൾ സെക്കൻഡ് സർവീസിൻ്റെ സമയത്ത് അവരോട് പറഞ്ഞായിരുന്നു. സെക്കൻഡ് സർവീസിൽ നിന്ന് ഇറക്കി ഒരു 4-5 ദിവസത്തേക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കാര്യമെന്ന് അറിയില്ല. അപ്പോൾ ഇതിന് ഒന്നുകൂടി കാണിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരുടെയും അഭിപ്രായം ചോദിച്ചിട്ടോ അങ്ങനെയൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനിപ്പോൾ 10-12 പേരുടെ അടുത്ത് ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ പല പേജുകളിലായിട്ടും എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്തായിട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു പകുതി കൂടുതലാകും. ഒരു 6-7 പേരുടെ അടുത്ത് പറയുന്നുണ്ട് അവരോട് പല കാരണങ്ങൾ കൊണ്ട് കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കൈമാറി ഓടിക്കരുത് എന്ന് പറയുന്നുണ്ടെന്ന്. അതെന്താണ് കാര്യമെന്ന് അറിയില്ല. അങ്ങനെ കൈമാറി ഓടിക്കാതിരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പല സിറ്റുവേഷനിലും പലർക്കും വണ്ടി കൊടുക്കേണ്ടി വരും. പിന്നെ ഞാനിതെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ഈ പറഞ്ഞ പോലെ ജൂലൈയിലാണ് എടുത്തത്. അന്നേരം എനിക്ക് വണ്ടി നല്ല ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അത്രയും നാൾ യൂസ് ചെയ്ത് വെച്ചത്. അപ്പോൾ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ആയിട്ടൊരു വണ്ടി അത്യാവശ്യമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഡൊമിനാർ 400 എടുക്കാനാണ്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും അന്നേരം അത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കുറച്ച് സിറ്റുവേഷൻസ് വന്നു. അപ്പോൾ അങ്ങനെ പോയി എടുത്തൊരു വണ്ടിയാണ്. നമ്മൾ ആദ്യം FC ആണ് ബുക്ക് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്പൾസിലേക്ക് മാറിയതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് FC തന്നെ മതിയായിരുന്നു എന്ന്. കാരണം അത്രയും നമുക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് അത്രയും അടുപ്പിച്ചു കേട്ടോ. അല്ലാതെ വണ്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് വേറൊരു എന്താ പറയുക വണ്ടി എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സർവീസ് സെൻറ്ററിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ടെന്നാണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സർവീസ് സെൻറ്റേഴ്സ് നോക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരാളാണെന്നാണെങ്കിൽ നല്ല സർവീസൊക്കെ കിട്ടുന്ന സ്ഥലത്തു നിന്നാണെന്നാണെങ്കിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.